എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞു, KLF കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ വീട്ടിൽ, അതായത് മണ്ണാർക്കാട് വീട്ടിലേക്ക് എത്തി. നാളെ തിരിച്ച് ഷാർജയിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നലെ കണ്ട ആക്ച്വലി രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. അതിൽ ആദ്യത്തെ വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. കാരണം അതൊരു ഫേക്ക് ന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നലെ എത്ര പേര് കണ്ടു എന്നറിയില്ല. റിപ്പോർട്ടർ ചാനൽ ആണ് തോന്നുന്നു, അവരുടെ ഒരു പോസ്റ്ററാണ് ഞാൻ കണ്ടത്. അതായത് ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന അപൂർവ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ്. അപ്പോ ഞാൻ സത്യത്തിൽ ആ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗം കാലാകാലങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 1 വർഷം 2 വർഷമൊന്നും അല്ല, എത്രയോ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ്. ഇപ്പോ ഞാൻ തന്നെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഗില്ലൻ ബാരി സിൻഡ്രോം ഉള്ള 100-ലധികം പേഷ്യൻസിനെ, അതായത് എന്റെ MBBS പഠനകാലത്ത് 100-ലധികം പേഷ്യൻസിനെങ്കിലും നമ്മൾ ഗില്ലൻ ബാരി സിൻഡ്രോം വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു അപൂർവ രോഗമേ അല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ന്യൂറോളജിക്കൽ, അതായത് നാഡീവ്യൂഹത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ്. അപ്പോൾ അത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. അത് വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗമാണ്. അപ്പൊ അതൊരു അപൂർവ രോഗമല്ല എന്നുള്ളത് ഡോക്ടർമാരെ എല്ലാവരും, അതിന്റെ താഴെ ധാരാളം ഡോക്ടർമാർ ആ ന്യൂസിന് താഴെ വന്നിട്ട് ഡോക്ടർമാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഒക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം. ഇങ്ങനെയുള്ള നട്ടാൽ കുരുക്കാത്ത നുണകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ പടച്ചു വിടരുത്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഒരു ഡോക്ടറെ, അല്ലെങ്കിൽ ഇവർക്കൊക്കെ കോൺടാക്റ്റുള്ള എത്രയോ ഡോക്ടർമാരുണ്ടായിരിക്കും അല്ലെ, ചർച്ചകൾക്കൊക്കെ വരുന്ന എത്രയോ ഡോക്ടർമാരുണ്ട്. ഒരു ഡോക്ടറെങ്കിലും ഒന്ന് വിളിച്ചതൊന്ന് കൺഫേം ചെയ്യണ്ടേ? മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ, ഇപ്പൊ ഞാൻ മെറ്റാന്യൂമോ വൈറസിന്റെ കാര്യം വന്നപ്പോഴും പറഞ്ഞതാണ്, ആളുകളെ വെറുതെ പരിഭ്രാന്തരാക്കുക, വെറുതെ ആളുകൾ അത് ക്ലിക്ക് ചെയ്യുക. ഇവർക്ക് വെറും ക്ലിക്ക് മാത്രമാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് തോന്നുന്നു. അല്ലാതെ വാർത്തയുടെ ഒരു ആധികാരികത കൺഫേം ചെയ്യാനുള്ള ഒരു നടപടികളും ഇവരുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവുന്നില്ല. അതിപ്പോ ഒരു മാധ്യമത്തെ പറയാനില്ല, എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഒരു ഡോക്ടറെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ചത് കൺഫേം ചെയ്യിക്കാമായിരുന്നു. അത് ആദ്യത്തെ കാര്യം. പിന്നെ ആദ്യ മരണം നോക്കൂ, എത്രയോ മരണങ്ങൾ നമ്മൾ ഗില്ലൻ ബാരി സിൻഡ്രോം വെച്ച് കണ്ടിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നാഡീവ്യൂഹത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് ഓട്ടോ ആന്റിബോഡി, ഓട്ടോ ഇമ്മ്യൂൺ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സ്വന്തം ഒരു ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ ഞരമ്പുകൾക്ക്, നാഡികൾക്ക് എതിരെ ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കപ്പെടുകയും നമുക്ക് ഒരു വീക്ക്നെസ്, അത് സാധാരണ രീതിയിൽ അസെൻഡിങ് എന്നാണ് പറയുക, അതായത് കാലിൽ തുടങ്ങി മുകളിലേക്ക് വീക്ക്നെസ് വരികയും നമ്മുടെ നാഡീവ്യൂഹം തളർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും. അപ്പൊ ചില സന്ദർഭങ്ങളിൽ ഇത് റെസ്പിറേറ്ററി പാരാലിസിസ്, അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിനൊക്കെ സഹായിക്കുന്ന ചില മസിലുകളും പാരാലിസിസ് ആവുന്നതോടുകൂടി ചില രോഗികളൊക്കെ മരണപ്പെടാറുണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ അവൈലബിൾ ആണ്. ആന്റിബോഡികളും അങ്ങനെയുള്ള പ്ലാസ്മ ഫെറിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ അവൈലബിൾ ആണ്. നല്ലൊരു ശതമാനം രോഗികൾക്കും ആക്ച്വലി ഇതിൽ നിന്ന് പുറത്തു വരാനും ഇതിന് റിക്കവറിയും സാധ്യമാണ്. പക്ഷേ ചെറിയൊരു ശതമാനം, വളരെ ചെറിയൊരു ശതമാനം രോഗികൾ മരണത്തിന് കീഴടങ്ങിയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അപൂർവ രോഗമല്ല, ഇതിൽ മരണവും അപൂർവമല്ല. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ്. ആരും ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. കാരണം എല്ലാവരും, പൊതുജനങ്ങൾക്ക് ഇപ്പൊ എല്ലാവരുടെയും ഒരു ചിന്തയുണ്ട്. കാര്യം പുതിയ രോഗങ്ങൾ വരുമ്പോൾ എത്രയോ പേര് ഇതൊക്കെ കേട്ട് ഭയപ്പാടോടുകൂടി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് എന്താ ഈ ആളുകൾ മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് മെഡിക്കൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴെങ്കിലും ഒരു ലേശം ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന ഒരു സാധനം, ഈ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഗതിയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്നൊന്ന് ഒരു ഡോക്ടറെ വിളിച്ചിട്ട്, ഇപ്പൊ ഒരു നിയമകാര്യം പറയുകയാണെങ്കിൽ ഒരു വക്കീലിനെ വിളിച്ച് കൺഫേം ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനു മുമ്പേ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ഇത് സത്യമാണോ എന്നൊന്ന് കൺഫേം ചെയ്യാനുള്ള ബുദ്ധിയും ബോധവും കുറച്ചെങ്കിലും ഇനി മീഡിയകൾ കാണിക്കണം എന്നുള്ളത് പറഞ്ഞു അടുത്തൊരു സംഗതിയാണ്. പക്ഷെ ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഗില്ലൻ ബാരി രോഗം എന്ന് ചോദിച്ചിട്ടും. ഇത് പുതിയതാണോ, മരണം ആദ്യ മരണമാണോ? ഒരിക്കലും അല്ല. ലോകത്താകമാനം ആയിരക്കണക്കിന് രോഗികൾക്ക് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രോഗികൾക്ക് ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ശതമാനം രോഗികളും ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരും. വളരെ അപൂർവമായിട്ട് കുറച്ച് ചെറിയ ശതമാനം രോഗികൾ മരണപ്പെടുകയും ചെയ്യും. എന്റെ ഇത്രയും കാലത്തെ, ഞാൻ ഇപ്പോ 2001 MBBSന് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഏകദേശം 23-24 വർഷമായി ഞാൻ മെഡിസിൻ പഠിച്ചു തുടങ്ങിയത് മുതൽ കണക്കാക്കുകയാണെങ്കിൽ. ഞങ്ങൾ ക്ലിനിക്സിൽ കയറി 2023 ഞങ്ങൾ ക്ലിനിക്സിൽ കയറുന്നത്. അപ്പം മുതൽ ഞങ്ങളുടെ ആ ഒരു 2001 മുതൽ 2006 വരെയായിരുന്നു ഞാൻ MBBS പഠിച്ചത്. ആ കാലഘട്ടത്തിൽ തന്നെ 100-ലധികം രോഗികളെ ഈ രോഗവുമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ചില മരണങ്ങളും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ സത്യാവസ്ഥ. അതാ ഇതിൽ തന്നെ സുജയ പറയുന്നുണ്ട്, എന്റെ ബ്രദറിന് ഈ രോഗമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. അപ്പോ പേടിക്കൊന്നും വേണ്ട, ഇത് അപൂർവ രോഗമൊന്നുമല്ല.
ഇപ്പൊ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ഉള്ള ഇഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഉള്ള രോഗമാണ്. പക്ഷെ ഏത് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാലും അറിയാലോ, ഒരു ചെറിയ അപൂർവമായിട്ടൊരു ചെറിയ ശതമാനം മരണങ്ങൾ ചിലപ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റിന് പ്രതികരിക്കാതെ ഉണ്ടാവാം. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം ഇന്ന് പറയുന്നു. നാളെ ഞാൻ സംസാരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ഒരുമിച്ചിട്ടാണ് ഈ രണ്ട് വാർത്തകളും വായിക്കുന്നത്. ഒരു പെൺകുട്ടി, ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച പെൺകുട്ടി വിൽസൺസ് രോഗം എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ചിട്ട് മരണപ്പെട്ടു എന്നുള്ള വാർത്തയും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നാളെ അപ്പൊ നമുക്ക് വിൽസൺസ് രോഗം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ. താങ്ക് യു.